ഇനി എന്താ ചെയ്യാ? നമുക്ക് ഇവിടേക്ക് തന്നെ അന്വേഷിക്കാം. ഈ രാത്രിയിൽ എന്ത് ചെയ്യും? സ്റ്റേ ചെയ്യണം. എവിടെ? വല്ല ഹോട്ടലില്. നല്ല പുകിലായി. ഒരു കന്യാസ്ത്രീ വന്ന് ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കുക. നിനക്കറിയാത്തോണ്ടാ. ഇവിടെ ആകാശം തന്നെ ഇടിഞ്ഞു വീഴും. പിന്നെ പ്രളയമായിരിക്കും. സോയ അങ്ങനെ പറഞ്ഞ പിന്നെ ഞാനെന്ത് പറയാനാ? ചുമനൊന്നും പറയണ്ട. നിനക്കത് അറിയില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ പക്ഷേ അനീസിനെ കണ്ടെത്തുന്നതാണ്. അതിനിവിടെ നിന്നേ പറ്റൂ. ഇയാളെ നമ്മള് ഓർഫനേജിൽ കണ്ട ആളല്ലേ? ആ ചേട്ടാ ഒന്ന് നിന്നേ. ഈശോ ചേട്ടാ. ചേട്ടാ 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 നിന്നേ. ചേട്ടാ ഒന്ന് നിന്നേ. ചേട്ടാ ചേട്ടൻ എന്തിനാ ഞങ്ങളെ കണ്ടിട്ട് ഓടുന്നേ? ചേട്ടൻ എന്തിനാ ഞങ്ങളെ കണ്ടിട്ട് ഓടിയേ? ഞാൻ ഓടിയില്ലല്ലോ. ചേട്ടാ എന്തിനിങ്ങനെ ഉരുട്ടി കളിക്കുന്നത്? മറക്കണ്ട, കാര്യം തുറന്നു പറഞ്ഞേക്ക്. ഈശോ എന്നല്ലേ പേര്? തമ്പുരാന്റെ പേരും വെച്ചിട്ട് ഇങ്ങനെ കള്ളത്തരം കാണിക്കില്ലല്ലേ ഈശോയെ? അത് നിങ്ങൾ സംശയിച്ച സത്യമാണ്. അനീജി ഓർഫനേജിലെ കുട്ടി തന്നെയാണ്. പക്ഷെ എന്തോ ചില ദുരൂഹതകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. എന്താണത്? അതറിയില്ല, പക്ഷേ ചിലതൊക്കെ എനിക്കറിയാം. എന്താണെങ്കിലും പറയൂ. അതിനു മുമ്പ് നിങ്ങളൊരാളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഫ്രാൻസിസ് മുളക്കൻ എന്ന വൈദികനെക്കുറിച്ച്. ഇതൊക്കെ മുൻപ് കണ്ടിട്ടുണ്ടോ? ആ, ഇതൊക്കെ നമ്മുടെ പൂർവികർ നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാ. ഇതിനൊക്കെ നമ്മുടെ സംസ്കാരവും ചരിത്രവും ഒക്കെയായിട്ട് വളരെയേറെ ബന്ധമുണ്ട്. ചിലതൊക്കെ കാണുമ്പോൾ നല്ല കൗതുകം തോന്നുന്നില്ലേ? അതുപോലെ ചിലതിലൊക്കെ വളരെ അത്ഭുതവും ഒളിഞ്ഞിരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഫാദർ. ടീച്ചറേ, ടീച്ചറെ സൂപ്പറായിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. അതെ ഫാദർ, ഇത്തവണ നമുക്ക് കുറച്ച് റെയർ കളക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ടീച്ചർ, ഈ കളക്ഷനൊക്കെ എവിടുന്നാ സംഘടിപ്പിച്ചേ? അത് നമ്മുടെ സ്റ്റുഡൻസും PTA മെമ്പേഴ്സും എല്ലാവരും കൂടെ ഇനീഷ്യേറ്റീവ് എടുത്ത് സംഘടിപ്പിച്ചതാ. ഓ, ടീച്ചർ ഇപ്പോൾ ക്ലാസ് ഫ്രീ ആണോ? ആ അതെല്ലോ. എനിക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. ടീച്ചറിന് കൂടെ വരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? പിന്നെന്താ, വരാലോ ഫാദർ.
തിരക്കൊന്നുമില്ലല്ലോ? ടീച്ചറെ, സഭാസ്ഥാനങ്ങളുടെ രക്ഷാധികാരി എന്ന പദവി ഉപയോഗിച്ച് പലരെയും തൻ്റെ വരുതിയിലാക്കാൻ അച്ഛന് കഴിഞ്ഞു. അങ്ങനെയായിരുന്നു നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അനീജിൻ്റെ ജനനം. അതുപോലെ അന്ന് ജോമോൻ സ്കൂളിൽ വന്ന ദിവസം, ജോമോൻ പോയ ശേഷം സ്കൂളിൽ അരങ്ങേറിയ നാടകം സിസ്റ്റർക്കറിയാവുന്നതല്ലേ? ഇവിടുന്ന് ഇപ്പൊ പോയ പയ്യനേതാ? ജോമോൻ. ഇവിടെ ഒരു അധ്യാപകന്റെ ഒഴിവുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത കൂട്ടത്തിലല്ലേ? 10-40 ലക്ഷം രൂപ തരാൻ വരെ ഇവിടെ ആളുണ്ട്. അതിന്റെ ഇടയിൽ അവന്റെ ഒരു സെന്റിമെന്റ്സ്. കർത്താവിനറിയാം ആർക്കൊക്കെ ധനം കൊടുക്കണമെന്നും ആരെ ദരിദ്രനാക്കണമെന്നും. ഒന്നും കാണാതെ ആർക്കും അങ്ങേരെ ഒന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ കാശ് കിട്ടാതെ ആർക്കും ജോലി കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അച്ചോ, B.Ed കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥി ജോലി ആഗ്രഹിച്ചത് തെറ്റാണോ? ഒഴിവുള്ള സീറ്റിലേക്ക് ലക്ഷങ്ങൾ വാങ്ങി ജോലി കൊടുക്കുന്നതല്ലേ തെറ്റ്? നീ എന്നെ തെറ്റ് ശരിയൊന്നും പഠിപ്പിക്കണ്ട. നീ എന്താ ഇവിടെ? ഞാനൊരു ടീച്ചറെ കാണാൻ വന്നതാ. പക്ഷേ അതല്ലല്ലോ പ്രശ്നം. എനിക്കല്ലെങ്കിൽ തന്നെ ഒരുപാട് ചീത്തപ്പേരുണ്ട്. ചീത്തപ്പേരല്ല, അഹങ്കാരം. സഭയ്ക്കെതിരെയും സഭയുടെ സ്ഥാപനങ്ങൾക്കെതിരെയും നീ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. സഭയുടെ കീഴിലുള്ള കോളേജും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ നിങ്ങൾക്ക് വിലപേശി കച്ചവടം നടത്താനുള്ള ഒരു ചന്തയല്ല. സഭാവസ്ത്രമിട്ട് നീ ആർക്കെതിരെയാണ് സംസാരിക്കുന്നറിയോ? സഭയ്ക്കെതിരെയോ? ഒരിക്കലുമല്ല. ഈ സഭ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ബാഹ്യമായ ഒരു ചട്ടക്കൂട് മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അതിപരിശുദ്ധമായ ഒരു ആലയമാണ്. ഒളിവ് ജീവിതം അവസാനിപ്പിച്ചു വന്ന ഈശോ ആദ്യം ചെയ്തത് തന്റെ ആലയത്തിലെ കച്ചവടക്കാരെയും പ്രാവു വിൽപ്പനക്കാരെയും നാണയമാറ്റക്കാരെയും എല്ലാം ചമ്മട്ടിക്കടിച്ച് പുറത്താക്കുകയായിരുന്നു. വിശക്കുന്നവൻ അപ്പവും ദാഹിക്കുന്നവന് വീഞ്ഞും ഒരുക്കുന്നവനായിരുന്നു കർത്താവ്. പക്ഷേ അവന്റെ നാമത്തിൽ പടുത്തുയർത്തിയ പള്ളിമേടകളിൽ നിന്നും സ്നേഹം കരുണയൊക്കെ എന്നെ തൂത്തറിയപ്പെട്ടിരിക്കുന്നു. അവന്റെ ജനത്തെ നിങ്ങൾ അങ്ങനെയാക്കി തീർത്തതല്ലേ? നിശബ്ദമായി നിന്ന് എല്ലാം സഹിക്കുന്ന ഒരു സമൂഹത്തെയാണ് നിങ്ങൾ വാർത്തെടുത്തത്. സാധാരണക്കാരന്റെ മനസ്സിൽ സ്നേഹവും കരുണയൊക്കെ എന്നെ വറ്റി വരണ്ടു. വീടില്ലാത്തൊരു സാധു കുടുംബത്തിന് കൂര പണിയാൻ പിരിവിട്ടാൽ ആരും ഉത്സാഹം കാണിക്കില്ല. 5-10 കോടികൾ മുടക്കി പണിയുന്ന ഓരോ പള്ളികൾക്കും ലക്ഷങ്ങളും കോടികളും കൊടുക്കാൻ ഇവിടെ ആളുകളുണ്ട്. വെറും നേർച്ചപ്പെട്ടികളാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. നിർത്തരുത് ഇതിന്റെ അധിക പ്രസംഗം. എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും തീരുമാനിക്കാനൊക്കെ ഇവിടെ ആളുകളുണ്ട്. സഭയ്ക്ക് ദുഷ്പേരുണ്ടാക്കാൻ കൊടിയും പിടിച്ച് ചിലരും ഇറങ്ങും. ഒരു കാര്യമില്ല. വിശ്വാസത്തിന്റെ പുറത്ത് കെട്ടിപ്പൊക്കിയ കോട്ടയാ. അത് അങ്ങനെയൊന്നും തകർക്കാൻ കഴിയില്ല. വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങൾ ഒരു സമൂഹത്തെ ഭയപ്പെടുത്തി ഭരിക്കുകയാണ്. ഒരാള് നേരെ നിന്ന് എതിർത്താൽ തീരും നിങ്ങളുടെ അഹങ്കാരം. അപ്പൊ പറഞ്ഞു വരുന്ന സഭ ഏതാണ്ട് വലിയ കൊള്ള സങ്കേതാണെന്നാണോ? സഭ ഇന്ന് ഈ കാണുന്ന വലിപ്പത്തിലെത്തിയത് ഒരുപാട് പേരുടെ ത്യാഗവും പുണ്യവും കൊണ്ടാ. അതിന് കളങ്കം വരുത്താൻ വേണ്ടി നിങ്ങളെപ്പോലെ അപൂർവം ചിലരും. നിങ്ങളൊന്നും തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. വിശന്നൊട്ടിയ വയറുമായി പള്ളിമേടയ്ക്ക് മുന്നിലെ പൊരി വെയിലത്ത് യാചിക്കുന്നവനെ കാണാതെ അവന് നൽകാതെ നേർച്ചപ്പെട്ടിയിൽ ഇട്ടതുകൊണ്ട് മാത്രം ഒരു ദൈവവും പ്രസാദിക്കില്ല.
പ്രകോപിതനായ അച്ഛൻ സിസ്റ്ററെ അപമാനപ്പെടുത്തി അദ്ദേഹത്തിന്റെ വരുതിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെ അനീജിനെ നിങ്ങളിലേക്ക് എത്തിക്കായിരുന്നു. ഒരു വലിയ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട്. അതിലവർ വിജയിക്കുകയും ചെയ്തു. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നീ ഇപ്പോൾ സിസ്റ്റാൻഡിനോടൊപ്പോ ഞാൻ പറഞ്ഞതനുസരിച്ചാൽ നിന്നെ അമ്മേൻ്റെ അടുത്ത് എത്തിക്കാം. ചെല്ല്.